ഹലോ ഗൈസ്, ചെറിയൊരു ക്വിക്ക് ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളുടെയൊക്കെ പ്രൈസും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ പാലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ €1 2 സെൻറ്റാണ്. അതുപോലെ തൈരാണെങ്കിലും പല റേറ്റിലുണ്ട് കേട്ടോ. ഞാനിപ്പം നമുക്ക് ഞങ്ങളുടെ പർപ്പസ് എന്താണോ അതനുസരിച്ചിട്ടുള്ളതായിരിക്കും എടുക്കുക. ഇപ്പോൾ €1 95 സെൻറ്റിൻ്റെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മാവിന് പിന്നെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 59 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാവാണ്. പിന്നെ ഈ കാണുന്ന ഗ്രീസ് എന്ന് എഴുതിയിരിക്കുന്ന സാധനമാണ് റവ. അപ്പം റവയൊക്കെ എന്തായാലും ഫസ്റ്റ് ടൈം വരുന്നവരെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ ഇത് അറിഞ്ഞിരുന്നാൽ. അതുപോലെ പിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലമാവാണ് കേട്ടോ. പിന്നെ ഈ ഗ്ലാത്കോടി മാവിലാണ് ഞാൻ കൂടുതലായിട്ടും ഗോതമ്പ് ദോശ ചുടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അല്ലാതെ ഞങ്ങൾ നേപ്പാളി സ്റ്റോറിൽ നിന്ന് €12 5 കിലോയുടെ ആട്ടമാവ് ആശീർവാദിൻ്റെ ആട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ പഞ്ചസാരയുടെ റേറ്റ് വരുന്നത് 99 സെൻറ്റാണ്. അതുപോലെ ഈ കാണുന്നത് സോളാണ് ഉപ്പ്, ഷേച്ചറാണ് പഞ്ചസാര കേട്ടോ. അപ്പോൾ അതിൽ പൊടിയുപ്പും കല്ലുപ്പും അങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ചിക്കൻ നമുക്കിവിടെ ഹാഫായിട്ട് കിട്ടും. അതായത് ഇത് കുക്ക് ചെയ്ത ചിക്കനാണേ. അപ്പോൾ അതിൻ്റെ ഹാഫായിട്ട് മതിയെങ്കിൽ അങ്ങനെ ഹാഫ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കട്ട് ചെയ്ത് തരും. അത് പല സമയത്തും നമ്മൾ വാങ്ങുമ്പോൾ പല റേറ്റ് ആയിരിക്കും കേട്ടോ. അറൗണ്ട് ഒരു €2.5 ഉള്ളിൽ വരും. ചിലപ്പം €1 99, €2 അകത്തേ വരും. ചിലപ്പോൾ €2 വെളിയിൽ പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചില സമയത്തൊക്കെ ഒരുപാട് ഐറ്റംസ് കാണും കേട്ടോ. ഇന്നിപ്പോൾ സാധനങ്ങൾ കുറവാണ്, കാര്യം 2 ദിവസത്തെ ഹോളിഡേ ആയിട്ട് എല്ലാം അടച്ചിട്ടേക്കായിരുന്നല്ലോ. അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ അവരിങ്ങനെ കുറേച്ച് സാധനങ്ങളെ അവൈലബിൾ ആക്കി വെച്ചിട്ടുള്ളൂ. കാര്യം ഒരുപാട് കസ്റ്റമേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചെറിയ ഷോപ്പായതുകൊണ്ട് തന്നെ എല്ലാ സാധനമൊന്നും ഇല്ല, കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടല്ലോ, യൂഷ്വലി നമുക്കിത് ഫ്രീ ആയിരുന്നു. 2025 ജാനുവരി 1 മുതൽ ഇതിന് ഒരു ബാഗിന് 1 സെൻറ്റ് വെച്ചിട്ട് ഈടാക്കുമെന്നാണ് അറിവ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ അറിവ്. അതും എല്ലാ ഷോപ്പിലും ഒന്നും പറഞ്ഞിട്ടില്ല, ചില ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.